ഇത് മാസ് മോട്ടോഴ്സിനാണ്. നമ്മുടെ ഹീറോൻ്റെ സ്പ്ലെൻഡർ BS6 മോഡലാണ്. അത് നമുക്ക് ജനറൽ സർവീസായിട്ട് കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ജനറൽ സർവീസിലും ഭാഗമായിട്ട് നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമുക്ക് 2 കംപ്ലയിൻറ്റുകൾ കിട്ടുന്നുണ്ടായിരുന്നു. ഒന്ന് ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. ക്ലച്ച് റേസ് ആവാം, വണ്ടി വെറുതെ റേസ് ആകുമ്പോൾ വണ്ടി അതിനനുസരിച്ചിട്ടുള്ള മൂവിങ് കാണിക്കണില്ല. പിന്നെ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ചെയിൻ്റെ സൗണ്ട്, അതായത് ചെയിൻ അടിക്കുന്ന സൗണ്ടല്ല, ഈ സ്പോക്കറ്റ് ബാക്ക് സൈഡ് സ്പോക്കറ്റൊക്കെ പിടിക്കാത്തൊരു കണ്ടീഷനിലുള്ള സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ഹാൻഡിൽ നമുക്ക് നോക്കുമ്പോൾ ഹാൻഡിലിൽ ചെറിയൊരു ബലമുണ്ട്, അതായത് ഹാൻഡിലിൻ്റെ ബെയറിങ്ങിൻ്റെ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട്. അത് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചെയ്താലും മതി. കംപ്ലയിൻറ്റ് ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡീറ്റെയിലായിട്ട് നോക്കുമ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ലൈനറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചാണ്. ബ്രേക്ക് ലൈനർ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട്. കമ്പനി ലൈനറാണ് കിടക്കുന്നത് വണ്ടിമേ. ചെയിൻ സ്പോക്കറിൻ്റെ കണ്ടീഷനും പറഞ്ഞല്ലോ. ചെയിൻ സ്പോക്കറിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചെയിൻ അഡ്ജസ്റ്റിങ് മാക്സിമം വലിച്ച് തീർന്നുണ്ട് ഇതിനകത്തേക്ക്. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്താലും ടൈറ്റ് ചെയ്താൽ അടിയിൽ ഉണ്ടാവില്ല, പക്ഷേ എന്നാൽ പോലും നമുക്ക് ഈ ബാക്ക് സൈഡൊക്കെ പിടിക്കാത്തത് കൊണ്ടാണ് ചെറിയൊരു കറകറാന്നുള്ള സൗണ്ട് ബാക്ക് സൈഡിൽ നിന്ന് ഉണ്ടാവും. അത് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ സ്പോക്കറ്റെ പാടി മാറ്റി സെറ്റ് ചെയ്താലാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ നല്ല ഫിൽറ്ററാണ് കിടക്കുന്നത്. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി അതാണ് കണ്ടീഷൻ കാണുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് അടിക്കേണ്ടത് കേട്ടോ. ബാറ്ററി നമ്മൾ ഓൾറെഡി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. നമ്മളതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.83 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇവിടെ കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ സെൽഫിൻ്റെ പ്രോബ്ലമൊക്കെ പെട്ടെന്ന് കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അങ്ങനെ കുറച്ച് നമുക്ക് ഓടിക്കാൻ കിട്ടിയേക്കും. പക്ഷേ നമുക്കത് നോക്കാം. പെട്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് തൊട്ടടുത്ത് തന്നെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. കാരണം ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഫ്യൂൽ ഇഞ്ചക്ഷൻ മോഡലാണ്. അപ്പോൾ എല്ലാം ബാറ്ററി വോൾട്ട് മാച്ചിങ് ആയി വർക്ക് ചെയ്യുന്ന ഭാഗങ്ങളാണ് എല്ലാം തന്നെ. അപ്പോൾ തീരെ മോശമായ കണ്ടീഷനിലേക്ക് ഓടാൻ നിൽക്കണ്ട. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ കൈയോടെ മാറ്റി വയ്ക്കുന്നതാണ് ബെറ്റർ കേട്ടോ. ഇപ്പം നമുക്ക് സെൽഫൊക്കെ അടിക്കുന്നുണ്ട്, പ്രോബ്ലം ഒന്നുമില്ല. കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ ചെയ്താൽ മതി. വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് ഇതും ഇരിക്കുന്നത്. പിന്നെ നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴല്ലോ ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ക്ലച്ച് ഡിസ്ക് പ്ലേറ്റും കൂടി മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ. ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻറ്റ് വരാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 29,000-30,000 കിലോമീറ്റർ താഴെ വണ്ടി ഓടിയേക്കണത്. അപ്പോൾ അതും പ്രകാരം വെച്ച് നോക്കുമ്പോൾ ശരിക്കും കംപ്ലയിൻറ്റ് വരേണ്ട സമയമായിട്ടില്ല ഈ മോഡലിൽ. അപ്പോൾ ശരിക്കും അതിന് തക്കതായ ഒരു കാരണം ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ കംപ്ലയിൻറ്റ് വന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാനത് ആഡ് ചെയ്തേക്കാം. അതുകൂടി ഒന്ന് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അതിൻ്റെ ഒരു ക്ലിപ്പ് വന്ന് അതിൻ്റെ ക്യാമ് വർക്ക് ചെയ്യുന്ന ഭാഗത്ത് വന്ന് നിന്നതാണ് ആ പ്രശ്നം കാണിച്ചിരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടേക്കാം. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് അതിൻ്റെ പ്ലഗിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പ്ലഗൊക്കെ നമുക്കൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. എയർ ഫിൽറ്ററും പ്ലഗൊക്കെ പഴക്കമൊന്നുമില്ല, പുതിയ പ്ലഗാണ്. പിന്നെ ഞാൻ ഫ്രണ്ട് പറഞ്ഞല്ലോ ഹാൻഡിലിൻ്റെ ഭാഗത്ത് നമുക്ക് ചെറിയൊരു ടൈറ്റ് ഫീൽ ചെയ്യണം. അത് നമുക്ക് ഈ ഹാൻഡിലിൽ ഇവിടെ വന്ന ബെയറിങ്ങിൻ്റെയാണ് പ്രോബ്ലം കാണിക്കുക. അപ്പോൾ പൊട്ടിക്കൊന്ന് ലൂസാക്കി ഇടാം. കാരണം ഞാൻ അതുകൂടി അഴിച്ച് മാറ്റേണ്ടിയൊക്കെ വരുമ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം അതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് നമുക്ക് ചെയിൻ സ്പോക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അങ്ങനൊരു സജഷൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. തന്നെയല്ല കംപ്ലയിൻറ്റ് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കത് ഫീൽ ആയിട്ടും ഉണ്ടാവില്ല. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ബ്രേക്കിൻ്റെ കേബിളുകൾ കംപ്ലയിൻ്റ് ഉണ്ട്. ഒന്ന് കോമ്പി ബ്രേക്കിൻ്റെ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോഴും നമുക്ക് ഫ്രണ്ട് ബ്രേക്കിലേക്ക് ഒരു കണക്ഷൻ വന്നിട്ടുണ്ട്. അത് ഈ കേബിളിൻ്റെ ആണ്. അപ്പോൾ ഈ കേബിളിൻ്റെ ഇവിടെ ശ്രദ്ധിച്ച് ഞാൻ മനസ്സിലാവും അവിടെ ഓൾറെഡി സ്ലീവ് പൊട്ടി നിൽക്കണം കേട്ടോ. അപ്പോൾ അത് മാറ്റിയിടേണ്ട സമയമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആയാലും റൈറ്റ് സൈഡ് ബ്രേക്ക് പിടിക്കുമ്പോൾ വന്ന കേബിളായാലും ഇവിടെ ഔട്ടർ പൊട്ടി നിൽക്കണം. അപ്പോൾ അത് രണ്ടും മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ബ്രേക്കിംഗ് ഒരു സ്മൂത്തായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ തള്ളുമ്പോൾ പോലും ടൈറ്റ് വരുന്ന ഒരു ഫീലിലേക്ക് എത്തും. അപ്പോൾ ഇത്രയും കേസാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരുന്ന വർക്ക് കേട്ടോ. അപ്പോൾ കോൺസെപ്റ്റ് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ കൂടി ഞാനിപ്പോൾ എസ്റ്റിമേറ്റിൽ അത് പെടുത്തുന്നില്ല. ഈ 2 ബ്രേക്കിൻ്റെ ഉൾപ്പെടുത്തിയിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റിൻ്റെ കേസൊക്കെ ഒന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് എന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടാം കേട്ടോ. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ. നമുക്ക് ഈ സ്പ്ലെൻഡറിൻ്റെ ഉണ്ടല്ലോ സാധാരണ രീതിയിൽ ക്ലച്ച് ഡിസ്കൊക്കെ അങ്ങനെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാറില്ല. ഇത് എനിക്കൊരു 29,000-30,000 കിലോമീറ്റർ കഷ്ടേ ആവണുള്ളൂ. അപ്പോൾ നമ്മളത് അങ്ങനെ നിലവിൽ വരാറില്ല. പക്ഷേ ഈ നമുക്ക് വണ്ടിക്ക് ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ളൊരു കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ക്ലച്ചിൻ്റെ ക്യാമ് നമ്മൾ ക്ലച്ച് പിടിക്കുന്ന സമയത്ത് ഇവിടെ ക്യാമ് പൊന്തും.
പൊന്തിയിട്ട് നേരെ താഴേക്ക് പോകും. അതായത് ക്ലച്ച് വിടുന്ന സമയത്ത് കറക്റ്റായിട്ട് റിലീസാവും. ഇവിടെ സംഭവിക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്ലിപ്പ്, ഹോസ് ക്ലിപ്പ് കയറി കിടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ഹോസ് ക്ലിപ്പ് കയറിയിട്ട് അത് ഈ ക്ലച്ച് ക്യാമ് ലോഡായി കിടക്കുക. ക്യാമ് ലോഡായി കിടക്കുമ്പോൾ എന്താ സംഭവിക്കണതെന്ന് വെച്ചാൽ നമ്മൾ ക്ലച്ച് പിടിച്ച് വണ്ടി ഓടിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ലോഡായി നിന്നിട്ടാണ് ഓൾറെഡി ക്ലച്ച് ഡിസ്ക് കംപ്ലൈൻറ്റ് വന്ന് പോയത്. നോർമൽ രീതിയിൽ അങ്ങനെ കംപ്ലൈൻറ്റ് വരാറില്ലാത്തതാണ്. കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാറില്ലാത്തതാണ്. അപ്പോൾ സാധാരണ ചില ആൾക്കാർ ഇങ്ങനെ ഹാഫ് ക്ലച്ച് എപ്പോഴും ക്ലച്ച് ലിവറുമൊക്കെ കൈ പിടിച്ചിട്ട് വണ്ടി ഓടി അങ്ങനെ കംപ്ലൈൻറ്റിലേക്ക് വരാറുണ്ട്. അതല്ലാതെ കൊണ്ട് കംപ്ലയിൻറ്റ്സ് വരെ കുറവ്. ഇത് നോക്കുമ്പോൾ അറിയാം, നമുക്ക് ഹോസ് ക്ലിപ്പ് ഇരിക്കുന്നുണ്ട് ഈ സൈഡിൽ. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയോ കയറി ലോഡായി കിടക്കുക. ബൈ ചാൻസ് എങ്ങാനും വീണതായിരിക്കാം, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറി ലോഡായിട്ട് നിൽക്കുക. അപ്പം നല്ല രീതിക്ക് ഇപ്പം എടുത്തു കഴിഞ്ഞപ്പോഴാണ് ആ ക്ലച്ച് റിലീസായത്. അപ്പോൾ അതേപോലെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്നേർന്നത്. അപ്പോൾ അതാണ് ശരിക്കും ഈ കംപ്ലയിൻറ്റിൻ്റെ കാരണം കേട്ടോ. ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻ്റ് ആയി പോകാനുണ്ടായ കാരണം അതാണ്. അപ്പോൾ ജസ്റ്റ് ഞാനത് കണ്ടപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റിന് ആ കാരണം റീസൺ കാണിച്ചു തന്നാണ്. അതല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഓൾറെഡി ക്ലച്ചിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വന്നത്. ക്ലച്ചിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടല്ല ശരിക്കും വന്നത്, ക്ലച്ച് ഡിസ്കിൻ്റെ ക്വാളിറ്റി കൊണ്ട് വന്നതല്ല. ഓൾറെഡി ക്ലിപ്പ് കയറി ലോഡായി കഴിഞ്ഞപ്പോൾ വന്ന മിസ്റ്റേക്കാണ്.